ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. തേർഡ് സെമസ്റ്ററിലെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു വിഷയം. നമുക്കറിയാം, ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും നമുക്ക് ഓരോ പേപ്പറുകൾ വീതമായിരുന്നു പൊളിറ്റിക്സിൻ്റെ പേപ്പർ ഉണ്ടായിരുന്നത്. പക്ഷേ തേർഡ് സെമസ്റ്ററിലും ഫോർത്ത് സെമസ്റ്ററിലും നമുക്ക് രണ്ട് പൊളിറ്റിക്സിൻ്റെ പേപ്പറുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് തേർഡ് സെമസ്റ്ററിലുള്ള രണ്ടാമത്തെ പൊളിറ്റിക്സിൻ്റെ പേപ്പറാണ് വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ആദ്യത്തെ പേപ്പർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു, IGP, ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഈ വിഷയത്തിൻ്റെ ക്ലാസ്സിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ്, അതിൻ്റെ ഒരു ഡെമോ ക്ലാസ്, മൊത്തത്തിലുള്ള വിശദീകരണം, എന്തൊക്കെയാണ് സിലബസ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്താണ് ഈ വിഷയത്തിൻ്റെ പ്രത്യേകത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഒക്കെ അകത്ത് ഉൾപ്പെടുന്നത്. അപ്പോൾ ഒരു വിഷയത്തെ പരിചയപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ആരെങ്കിലും ഈ വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. തേർഡ് സെമസ്റ്ററിൽ കേട്ടോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA പൊളിറ്റിക്സിലെ തേർഡ് സെമസ്റ്ററിലെ പേപ്പറാണ് വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷയം എന്താണ് കേട്ടോ, അപ്പോൾ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ ഭരണഘടന പരിശോധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ്. അതെങ്ങനെ? ഒരു കമ്പാരിറ്റീവ് അനാലിസിസിലൂടെ, ഒരു താരതമ്യ വിശകലനത്തിലൂടെ ലോകത്തിലെ മൊത്തം ഭരണഘടനയെ പരിശോധിക്കുകയാണ് എന്ത് ചെയ്യുന്നത്. UK, USA, സ്വിറ്റ്സർലാൻഡ്, ഇന്ത്യ, ചൈന തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെയൊക്കെ ഭരണഘടന എന്താണ്, ഓരോ ഭരണഘടനയിലും ഉള്ളത് എന്തൊക്കെ, ഇല്ലാത്തത് എന്തൊക്കെ, ഓരോന്നും തമ്മിലുള്ള സവിശേഷത എന്തൊക്കെയാണ്, അതാണ് കമ്പാരിറ്റീവ് അനാലിസിസ്, താരതമ്യ പഠനം എന്ന് പറയുന്നത്. താരതമ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും ഒന്നും പുതുമയുള്ള കാര്യമല്ല. നമ്മളൊക്കെ ചെറുപ്പം മുതൽ തന്നെ കേൾക്കുന്ന ഒരു സാധനമാണ് എന്ത്, കമ്പാരിറ്റീവ് എന്ന് പറയുന്നത്. അല്ലേ, ജോനെ കണ്ടു നോക്കാം, അല്ലെങ്കിൽ ഇവനെ കണ്ടു നോക്കാം, അല്ലേ, ഇവന് അതൊക്കെ ഗുണങ്ങളുണ്ട്, ഇവന് ഇതൊക്കെ ഗുണങ്ങളുണ്ട്, നിനക്ക് ഈ ഗുണങ്ങളില്ല എന്നൊക്കെ രീതിയിലുള്ള താരതമ്യം നമ്മൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. ഇവിടെ ലോകത്തിന്റെ മൊത്തം ഭരണഘടനകളെ എടുത്ത് പരിശോധിക്കുകയാണ്, പ്രധാനപ്പെട്ട കുറച്ച് രാജ്യങ്ങളുടെ. എന്നിട്ട് ആ ഭരണഘടനയിൽ എന്തൊക്കെയാണുള്ളത്, അതില്ലാത്ത ഈ ഭരണഘടനയിൽ എന്തൊക്കെയാണുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നിലയ്ക്ക് എന്താണ് വിഷയം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ വിഷയം കേട്ടോ. പ്രധാനപ്പെട്ട USA, UK, ഫ്രാൻസ്, ഇന്ത്യ, ചൈന, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെയൊക്കെ ഭരണഘടനയെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതെങ്ങനെയാണ് പരിശോധിക്കുന്നത്? ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് രീതിയിലാണ്, താരതമ്യ വിശകലനത്തിൻ്റെ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ. ഇപ്പോൾ താരതമ്യം ചെയ്യുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് അറിയോ? സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് മനസ്സിലാവാനാണ്, അല്ലേ. ഓരോ ഭരണഘടനയിലും ഉള്ളത് എന്തൊക്കെയാണ്, സിമിലർ ആയിട്ട്, അല്ലേ, എല്ലാവരുടെയും ഭരണഘടനയിൽ സിമിലർ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്, എന്നാൽ ഓരോ ഭരണഘടനയിലും പ്രത്യേകമായിട്ടുള്ള ഡിഫറൻസസ്, അല്ലേ, ഓരോ ഭരണഘടനയിലും പ്രത്യേകമായത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അതിനകത്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെമോക്ക് കയറുന്നതിന് മുമ്പ് ആദ്യം സിലബസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 5 മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് കേട്ടോ. അതുപോലെ തന്നെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് മോഡേൺ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. അപ്പോൾ ആദ്യത്തെ രണ്ട് ക്ലാസ്സുകളാണ് അതിനകത്ത് വരിക. ഒന്ന് നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്താണ്, അതോടൊപ്പം തന്നെ ട്രഡീഷണൽ അപ്രോച്ചിലും മോഡേൺ അപ്രോച്ചും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ കേട്ടോ. അതുപോലെ തന്നെ മൊഡ്യൂൾ 2ലേക്ക് വരുമ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം, എന്താണ്. മൊഡ്യൂൾ 3ലേക്ക് വരുന്ന സമയത്ത് എ കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതൊക്കെ? UK, USA, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ചൈന കേട്ടോ. UK, USA, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ചൈന, ഈ 3 രാജ്യങ്ങളുടെയും ഭരണഘടനയുടെ സവിശേഷതകൾ കേട്ടോ. ഒരു കമ്പാരിറ്റീവ് അനാലിസിസിൻ്റെ രീതിയിൽ പിന്നെ എന്താ പറയുക, UK, USA, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ചൈന തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്നാണ് നോക്കുകയാണ്. അതാണ് മൊഡ്യൂൾ 3-നകത്തുള്ളത്. പിന്നെ മൊഡ്യൂൾ 4-നകത്ത് UK, USA, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. ഇപ്പം നമ്മൾ എന്തിനാണ് ഓരോ വിഷയവും ഞാൻ കറക്റ്റ് പഠിപ്പിച്ച് തരുന്നത് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് പഠിക്കാതെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. കാരണം എന്താ, നമ്മൾ സെപ്പറേഷൻ ഓഫ് പവർ നമ്മൾ പഠിച്ചു ഓൾറെഡി. ഏത്? ഇന്ത്യയിൽ പിന്നെ ഭരണകൂടം ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ, എന്ത് ചെയ്തു, അധികാരം മൊത്തം ഒരാളിലേക്ക് കേന്ദ്രീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭരണത്തെ അല്ലെങ്കിൽ അധികാരത്തെ, അല്ലേ, ഭരണനിർവ്വഹണ വിഭാഗമായിട്ട് എക്സിക്യൂട്ടീവ്, നിയമനിർമ്മാണ വിഭാഗമായിട്ട് ലെജിസ്ലേച്ചർ, അല്ലെ, നീതിന്യായ വിഭാഗമായിട്ട് ജുഡീഷ്യറി നമ്മൾ പഠിച്ചു. ഇത് ഇന്ത്യയിൽ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്താ പറയുക,
നമ്മളതിനകത്ത് പഠിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ഇതൊക്കെ ഇന്ത്യയിൽ എങ്ങനെയെന്നുള്ളതാണ്. മൊഡ്യൂൾ 4-നകത്ത് നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ WCCയിൽ പഠിക്കുമ്പോൾ WCC നമുക്കതിനെ ചുരുക്കി പറയാം. കാരണം WCC ഇപ്പോൾ ഇങ്ങനെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പദമാണ് WCC എന്നപോലെ. പിന്നെ സ്ത്രീകളുടെ സംഘടനയായിട്ടുള്ള ഒരു അല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു പേര് ഇവിടെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യും അല്ലേ. വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കമ്പാരിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് WCC എന്നുള്ള ഷോർട്ട് ഫോമിൽ നമ്മുടെ വിഷയത്തെ വിളിക്കാം. അപ്പോൾ WCCക്കകത്ത് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ഏതിൻ്റെ? UK, യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ്റെ, USA, അമേരിക്കയുടെ, ഫ്രാൻസിൻ്റെ ഈ 3 രാജ്യങ്ങളുടെയും അവിടെയുള്ള എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി സംവിധാനങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ്. പിന്നെ മൊഡ്യൂൾ 5-ലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഫെഡറൽ ഗവൺമെൻറ് ആണെങ്കിൽ കൂടിയിട്ട് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു യൂണിറ്ററി ഗവൺമെൻറ്, എന്താണ് ഒരു ഫെഡറൽ ഗവൺമെൻറ് അല്ലേ. എന്താ നോക്കും നിങ്ങൾ, കാരണം അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിവിടെ ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ആൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്താണ് പിന്നെ യൂണിറ്ററി സിസ്റ്റം എന്താണെന്ന്, അതേപോലെ തന്നെ ഫെഡറൽ സിസ്റ്റം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്ക, ഇന്ത്യ, സ്വിറ്റ്സർലാൻഡ് ഇതൊക്കെയാണ് ഫെഡറൽ സിസ്റ്റത്തിന് ഉദാഹരണം. ഇന്ത്യയിലെ എക്സെപ്ഷൻ ആണ്, കാരണം ഇന്ത്യയിൽ രണ്ടും ഉണ്ട് എന്നുള്ളതാണ്, അത് നമുക്ക് പറയാം. അതുപോലെ തന്നെ UK, ഫ്രാൻസ്, ചൈന തുടങ്ങിയുള്ള രാജ്യങ്ങളൊക്കെ യൂണിറ്ററി സിസ്റ്റമാണ്, കാരണം അവിടെ കേന്ദ്ര ഗവൺമെൻറ് മാത്രമാണ് ഉണ്ടാവുക അല്ലേ. ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായിരിക്കും, അധികാരത്തെ വിഭജനം ചെയ്തുകൊണ്ട് എന്തുണ്ടായിരിക്കും, ഒരുപാട് പ്രാദേശിക അല്ലേ അല്ലെങ്കിൽ സ്വയംഭരണമുള്ള സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് എന്തൊക്കെയാണ് ഫെഡറൽ സിസ്റ്റത്തിൽ വരുന്ന സ്വിറ്റ്സർലാൻഡ്, ഇന്ത്യ, USA പോലുള്ള രാജ്യങ്ങളുടെ സവിശേഷത എന്തൊക്കെയാണ്, അതേപോലെ തന്നെ യൂണിറ്ററി സിസ്റ്റത്തിനകത്ത് വരുന്ന ചൈന, ഫ്രാൻസ്, UK. ഇപ്പോൾ ഈ ഒരു സിലബസ് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് അല്ലേ അവിടെ പഠിച്ചു വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്കൊരു ബേസ് അവിടെ ഉണ്ട് ഇല്ലേ. ഇപ്പോൾ നമ്മളിവിടെ എന്താ പറയുക, മൊഡ്യൂൾ 4-നകത്തുള്ള ഡിവിഷൻ ഓഫ് പവർ അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് പവർ ആണെങ്കിൽ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഇത് മൂന്നും എന്താണ് എന്നതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് ആൾറെഡി അവിടെ കിട്ടിയിട്ടുണ്ട്, ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ യൂണിറ്ററി ഫീച്ചേഴ്സും അതല്ലെങ്കിൽ പിന്നെ ഫെഡറൽ ഫീച്ചേഴ്സും നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ ആൾറെഡി ഇന്ത്യയുടെ ഫെഡറൽ ഫീച്ചേഴ്സും യൂണിറ്ററി ഫീച്ചേഴ്സും നമ്മൾ പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് രേഖയില്ലേ കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാവാതിരിക്കുക എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ അവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ഭരണഘടനയുടെ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഫീച്ചേഴ്സ് പഠിച്ചുകൊണ്ട് തന്നെ UK, USA, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ചൈന തുടങ്ങിയുള്ള രാജ്യങ്ങളുടെ ഭരണഘടനയുടെ സവിശേഷതകൾ പഠിക്കുമ്പോൾ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല, കാരണം നമ്മുടെ ഭരണഘടനയുടെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്ത് ഒരിക്കലും ഇവിടെ പറയുന്നതല്ല അവിടെ പഠിച്ചിട്ടുള്ളത്, പക്ഷേ അത് നമുക്കൊരു ബേസ് ആക്കി എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അത് പഠിക്കാം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ആദ്യത്തെ 2 മൊഡ്യൂൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്താണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ഈ ഒരു പഠന രീതി എന്താണ്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്സിനകത്തുള്ള ഒരു പഠന രീതിയാണ്. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മളൊരു എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് രീതികളൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആൾറെഡി നമ്മുടെ സിലബസ്, ഇപ്പോൾ എൻ്റെ കുട്ടികൾ എപ്പോഴും നല്ല മാർക്കോട് കൂടി വിജയിക്കുന്നതിൽ പ്രധാന പങ്ക് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സിലബസ് നന്നായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതായത് യൂണിവേഴ്സിറ്റി നമ്മളോട് എന്തൊക്കെയാണോ പഠിക്കാൻ പറയുന്നത് ആ പഠിക്കാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ വളരെ കൃത്യമായിട്ട് ആവർത്തിച്ച് നിങ്ങളിലേക്ക് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ സിലബസ് പറഞ്ഞ സമയത്ത് ഈ മൊഡ്യൂളിൽ ഇന്ന വിഷയങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഈ മൊഡ്യൂളിൽ ഇന്ന വിഷയങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, റിപ്പീറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, അതുപോലെ തന്നെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് മോഡേൺ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടുന്ന് വരാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ എന്ത് പഠിച്ചാൽ മതി, എന്താണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതും, അതോടൊപ്പം തന്നെ ട്രഡീഷണൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സും മോഡേൺ കമ്പാരിറ്റീവ് പൊളിറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വെച്ചിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. അതാണ് എക്സ്പ്ലെയിൻ ദ നാച്ചർ ആൻഡ് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഏതുവരെ എഴുതാം, ഞാൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് മോഡേൺ അപ്രോച്ച് എന്ന് ഈ ഒരു മൊഡ്യൂളിൻ്റെ അവസാനത്തിൽ ഞാനൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ക്ലാസ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ മൊഡ്യൂളിൽ ഞാൻ ഇവിടുന്ന് മുതൽ ലാസ്റ്റ് വരെ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തിൽ എഴുതിയേക്കാം, ഈ ഒരു essay ക്വസ്റ്റ്യനിൽ എഴുതിയേക്കാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് essay ക്വസ്റ്റ്യന് ഷുവർ ആയിട്ടും കേട്ടോ 100% essay ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുമ്പോൾ വരും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണെന്ത് ഒന്നാമത്തെ ചോദ്യം അല്ലേ. 10 മാർക്ക് നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരു 8 മാർക്ക് മിനിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രമത്തിനനുസരിച്ച് കിട്ടും. അപ്പോൾ നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ 8 മാർക്ക് എന്തായാലും കിട്ടുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. 10 മാർക്കാണ് അവിടെ അല്ലേ. 8 മാർക്ക് ഇപ്പോൾ നമുക്ക് MCQവിൽ അന്ന മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് 10, 15, 25, 10, 20 മാർക്ക് മതി അല്ലേ. ആ മാർക്ക് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാം.
എന്താക്കാം, ഇവിടുന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എക്സ്പ്ലെയിൻ ദ നാച്ചർ ആൻഡ് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇങ്ങോട്ട് പറഞ്ഞു. അതായത് ലോകത്തിലെ മൊത്തം രാഷ്ട്രീയ സംവിധാനങ്ങളെ പരസ്പരം താരതമ്യം ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ള ഒരു പഠന രീതിയാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. ഇതൊരു ശാസ്ത്രീയമായ പഠന രീതി തന്നെയാണ്. അപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ഭരണകൂടങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങളെ പരസ്പരം താരതമ്യപ്പെടുത്തിക്കൊണ്ട് എന്തിലൊക്കെയാണ് സിമിലാരിറ്റീസ്, എന്തിലൊക്കെയാണ് ഡിഫറൻസ് എന്നൊക്കെ കണ്ടെത്തി അങ്ങനെ പഠിക്കുന്ന ഒരു പഠന രീതിയാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു സമൂഹം എടുക്കുന്നു, അല്ലെ, ഇന്ത്യൻ സമൂഹം എടുക്കുന്നു, അമേരിക്കൻ സമൂഹം എടുക്കുന്നു, എന്നിട്ട് ഇന്ത്യൻ സമൂഹത്തെയും അമേരിക്കൻ സമൂഹത്തെയും പരസ്പരം താരതമ്യപ്പെടുത്തുന്നു. അപ്പോൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലും അമേരിക്കയിലും പൊതുവെ കാണപ്പെടുന്നത് എന്തൊക്കെയാണ്, സിമിലാരിറ്റീസ് നമുക്ക് കിട്ടും. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിൽ മാത്രമുള്ളത് എന്തൊക്കെയാണ്, അമേരിക്കയിൽ മാത്രമുള്ളത് എന്തൊക്കെയാണ്, ആ ഡിഫറൻസ്, അല്ലേ, കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞൊരു ഉദാഹരണം. അതേപോലെ ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനവും അമേരിക്കയിലെ രാഷ്ട്രീയ സംവിധാനവും എടുക്കും. എന്നിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനത്തെയും അമേരിക്കയിലെ രാഷ്ട്രീയ സംവിധാനത്തെയും പരസ്പരം എന്ത് ചെയ്യും, താരതമ്യം ചെയ്യും. എന്നിട്ട് ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനത്തിലും അമേരിക്കൻ രാഷ്ട്രീയ സംവിധാനത്തിലും പൊതുവായിട്ടുള്ളത് എന്തൊക്കെയാണ്, അല്ലേ, സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, ഡിഫറൻസസ് എന്തൊക്കെയാണ്, ഇത് കണ്ടെത്തുക. അതിലൂടെ സിദ്ധാന്തങ്ങളും പിന്നെ എന്താ പറയുക പ്രിൻസിപ്പിൾസുകളൊക്കെ നിർദ്ദേശിക്കുക എന്നുള്ളതൊക്കെയാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഒരു പഠന രീതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ താരതമ്യ രാഷ്ട്രീയ ശാസ്ത്രം ഇപ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് ആക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്നുള്ളത് ശരിക്ക് താരതമ്യ രാഷ്ട്രീയം എന്നുള്ളതാണ്. പക്ഷേ ഇത് ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന രാഷ്ട്രീയ പഠനമാണ്, രാഷ്ട്രീയ ശാസ്ത്രമാണ്, രാഷ്ട്രീയ പഠനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉപവിഷയം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പൊളിറ്റിക്സിൻ്റെ മീനിങ് രാഷ്ട്രീയ ശാസ്ത്രം എന്നുള്ളത് തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ എവിടെയെങ്കിലും താരതമ്യ രാഷ്ട്രീയം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, മാറ്റിയിട്ട് താരതമ്യ രാഷ്ട്രീയ പഠനം എന്നുള്ളതാക്കണം കേട്ടോ, അല്ലെങ്കിൽ രാഷ്ട്രീയ ശാസ്ത്രം എന്നുള്ളതാക്കണം കേട്ടോ. അപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞതാണ് താരതമ്യ രാഷ്ട്രീയ ശാസ്ത്രമാണ് കേട്ടോ. അതൊരു ശാസ്ത്രീയമായ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുന്ന രീതിയാണ്. എങ്ങനെ താരതമ്യം ചെയ്തുകൊണ്ട്, അതാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. അപ്പോൾ അതിനകത്ത് തന്നെ ഉണ്ട് എന്താണ് പറയേണ്ടത് എന്നുള്ളത് ആ പദത്തിനകത്ത് തന്നെ ഉണ്ട്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, രാഷ്ട്രീയ ശാസ്ത്രമാണ്. എങ്ങനെ ശാസ്ത്രീയമായിട്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് താരതമ്യം ചെയ്ത് പഠിക്കുന്ന ഒരു പഠന ശാഖയാണ്, അല്ലേ, പൊളിറ്റിക്സിനകത്തുള്ള ഒരു ഉപപഠന ശാഖയാണ് എന്ത് പറയുന്നത്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ താരതമ്യ രാഷ്ട്രീയ ശാസ്ത്രം എന്നത് വിവിധ രാഷ്ട്രീയ സംവിധാനങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ശാസ്ത്രത്തിൻ്റെ അല്ലെ നമ്മുടെ രാഷ്ട്രീയ ശാസ്ത്രത്തിൻ്റെ ശാഖയാണ്. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ വരുന്ന ഒരു ഉപവിഷയമാണെന്ത്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. അതിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത രാഷ്ട്രീയ സംവിധാനങ്ങളെ പരസ്പരം താരതമ്യം ചെയ്തുകൊണ്ട് പഠിക്കുക. ഇത് രാഷ്ട്രീയ പ്രക്രിയകളെ, അല്ലെ, നമ്മുടെ രാഷ്ട്രത്തിനകത്ത് നടക്കുന്ന രാഷ്ട്രീയ പ്രക്രിയകളെ, നമ്മൾ വോട്ട് ചെയ്യുന്നു, തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, നിയമങ്ങൾ നിർമ്മിക്കുന്നു, ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രക്രിയകളെ, ഭരണകൂടങ്ങളെ, നിയമങ്ങളെ, പൗരജീവിതത്തെ, അല്ലെ, നമ്മുടെ വ്യക്തിയിലെ ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് നമ്മൾ രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ ജീവിത പ്രക്രിയകളെ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ വിവിധ വശങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു പഠന വിഷയമാണെന്ത്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. വളരെ സ്പഷ്ടവും വ്യക്തവുമായിക്കൊണ്ട് ഒന്നാമത്തെ സെന്റൻസിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ, ഒരു 2 മാർക്കിന് അവിടെയൊക്കെ ഇവിടെ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്, വാട്ട് ഈസ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. ഇവിടെ ഇപ്പം അല്ല, പക്ഷേ ഇവിടെയൊക്കെ ചോദിക്കും എന്താണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് എഴുതിയേക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് എന്ത്, താരതമ്യ രാഷ്ട്രീയ ശാസ്ത്രം എന്നത് വിവിധ രാഷ്ട്രീയ സംവിധാനങ്ങളെ താരതമ്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ശാസ്ത്രത്തിൻ്റെ ശാഖയാണ്. ഇത് രാഷ്ട്രീയ പ്രക്രിയകളെക്കുറിച്ച് പഠിക്കുന്നു, ഭരണകൂടങ്ങളെ, നിയമങ്ങളെ, പൗരജീവിതത്തെ തുടങ്ങി ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് എന്തൊക്കെ വശങ്ങളുണ്ടോ, എന്തൊക്കെ സവിശേഷതകളുണ്ടോ, ഇതിനെല്ലാം താരതമ്യം ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു പഠന വിഷയമാണ്. താരതമ്യ രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ ഉത്ഭവം പുരാതന ഗ്രീസിലും റോമിലാണ് തുടങ്ങുന്നത്. ഇപ്പം നിങ്ങൾ ടെക്സ്റ്റ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുന്ന ആളാണെങ്കിൽ കറക്റ്റ് നമ്മൾ ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സും പോകുന്നത് കേട്ടോ. അപ്പോൾ പുരാതന ഗ്രീസിൽ നിന്നും റോമിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഈ താരതമ്യ രാഷ്ട്രീയ ശാസ്ത്രം എന്ന് പറയുന്ന ഈ ശാസ്ത്രത്തിന്റെ ഉത്ഭവം ഉള്ളത്. അപ്പോൾ അവിടെയുള്ള ആളുകൾ തങ്ങളുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹിക ജീവിത സാഹചര്യങ്ങളെ എന്ത് ചെയ്യുന്നു, അവർ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ സംവിധാനത്തെ പരസ്പരം താരതമ്യം ചെയ്ത് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഈ ഒരു പഠന രീതി ഗ്രീസിലും റോമിലുമാണ് തുടങ്ങുന്നത്. അവിടെയുള്ള ജനങ്ങൾ അവരുടെ ജീവിത രീതിയെ മറ്റുള്ള ആളുകളുടെ ജീവിത രീതിയുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അങ്ങനെ റോമിലും ഗ്രീസിലുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഈ താരതമ്യ രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അത് പറയാൻ കാരണം നമ്മുടെ പൊളിറ്റിക്സിന്റെ പിതാവായിട്ടുള്ള അരിസ്റ്റോട്ടിൽ പോലും ഗ്രീക്കുകാരനാണ്, അവിടുന്നാണ് തുടക്കം കേട്ടോ. ബൈബിള് താരതമ്യ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പഴയ ലിഖിത എഴുതപ്പെട്ടിട്ടുള്ള ഉദാഹരണങ്ങളിൽ ഒന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ജനതയുടെയും രാജാക്കന്മാരുടെയും മറ്റും രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട ഭരണകൂടത്തെയൊക്കെ മറ്റു രാജാക്കന്മാരുമായിട്ട് താരതമ്യം ചെയ്യുന്ന ചില വചനങ്ങളൊക്കെ ബൈബിളിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് അവരുടെ ബാബിലോണിയൻ ജീവിത രീതികളെക്കുറിച്ചോ അല്ലെങ്കിൽ എന്താ പറയുക ഇസ്രായേലിൻ ഭരണ രീതികളെക്കുറിച്ചൊക്കെയുള്ള പ്രതിപാദങ്ങൾ അല്ലെങ്കിൽ ചരിത്രപരമായ വിവരങ്ങളൊക്കെ ബൈബിളിനകത്തുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്
പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു പുതിയ വിഷയമല്ല. നമുക്ക് ബൈബിളിലടക്കം ഇതിൻ്റെ എന്താ പറയുക ഉറവിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. രാഷ്ട്രശാസ്ത്രത്തിന്റെ പിതാക്കന്മാരായിട്ട് കണക്കാക്കപ്പെടുന്ന പ്ലാറ്റോ ആയിക്കോട്ടെ, അല്ലെ അരിസ്റ്റോട്ടിൽ ആയിക്കോട്ടെ, അവരുടെ റിപ്പബ്ലിക്, പൊളിറ്റിക്സ് എന്ന പുസ്തകങ്ങളൊക്കെ അവർ എഴുതിയത് പ്രധാനമായിട്ടും ഈ കമ്പാരറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ പഠന രീതി ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവര് ആ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അരിസ്റ്റോട്ടിലെ രാഷ്ട്രീയ തത്വങ്ങൾ, വിഷയങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവ പഠിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായ രാജ്യങ്ങളിലെ ഭരണഘടനകൾ ഏകദേശം ഒരുപാട് 150 അത്രയൊക്കെ ഭരണഘടനകൾ ശേഖരിക്കുകയും ആ ഭരണഘടനകളെ ശേഖരിച്ചുകൊണ്ട് അദ്ദേഹം വ്യത്യസ്തമായ രാജ്യങ്ങളിലെ ഭരണ രീതികളെ താരതമ്യം ചെയ്തുകൊണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ പിതാവ് തന്നെയാണ്. ആര്? പൊളിറ്റിക്സിന്റെ പിതാവായിട്ടുള്ള അരിസ്റ്റോട്ടിൽ തന്നെയാണ് എന്ത് ശരിക്ക് ഈ കമ്പാരറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു പഠന രീതിയുടെ തുടക്കക്കാരൻ എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൽ താരതമ്യ രാഷ്ട്രീയ ശാസ്ത്രം താരതമ്യ സർക്കാർ എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് 20-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ താരതമ്യ രാഷ്ട്രീയ ശാസ്ത്രത്തെ പിന്നെ നമ്മൾ ആദ്യം ഇതിന്റെ പേര് ഈ കമ്പാരറ്റീവ് പൊളിറ്റിക്സ് എന്നുള്ള പേരിന് പകരം ആദ്യ കാലഘട്ടങ്ങളിൽ കമ്പാരറ്റീവ് ഗവൺമെന്റ് എന്നുള്ളൊരു പേരായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ഗവൺമെന്റുകളെ കുറിച്ച് മാത്രം താരതമ്യം ചെയ്തിട്ട് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കമ്പാരറ്റീവ് പൊളിറ്റിക്സിനകത്തേക്ക് വരുമ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ഗവൺമെന്റുകളായിക്കോട്ടെ, ഗവൺമെന്റ് അല്ലാത്ത ഒരു രാഷ്ട്രീയ സംവിധാനവുമായി ബന്ധപ്പെട്ട അതിന്റെ വ്യത്യസ്തമായ വശങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നു, കമ്പാരറ്റീവ് പൊളിറ്റിക്സിനകത്ത് പഠിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 19-ാം നൂറ്റാണ്ട് വരെ അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ ഈ കമ്പാരറ്റീവ് പൊളിറ്റിക്സ്, താരതമ്യ രാഷ്ട്രീയ ശാസ്ത്രം എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വിഷയത്തെ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? താരതമ്യ സർക്കാർ അല്ലെങ്കിൽ കമ്പാരറ്റീവ് ഗവൺമെന്റ് എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ പേരിൽ അറിയപ്പെടാൻ കാരണം അവർ ഗവൺമെന്റിനെ കുറിച്ച്, അല്ലെ, അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഗവൺമെന്റുകളെ കുറിച്ചും ലീഗലായിട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ചും മാത്രം താരതമ്യം ചെയ്ത് പഠിക്കുക എന്നുള്ള രീതിയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? കമ്പാരറ്റീവ് ഗവൺമെന്റിന് ഉണ്ടായിരുന്നത്, അതായത് താരതമ്യ സർക്കാരിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിനെ കമ്പാരറ്റീവ് ഗവൺമെന്റ് എന്നാക്കിയത്. അപ്പൊ അതിന്റെ പരിമിതികളുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് അത് പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പരിമിതികളെ മറികടക്കാനും ഒരു രാഷ്ട്രീയ സംവിധാനത്തിലെ ഗവൺമെന്റ് അടക്കമുള്ള എല്ലാത്തരം സവിശേഷതകളെയും, ഈവൺ ഒരു പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ച് അടക്കം, ഏത് രാഷ്ട്രീയ സംസ്കാരം, എങ്ങനെയാണ് ഒരു വ്യക്തി രാഷ്ട്രീയ സംസ്കാരം പഠിക്കുന്നത്, ഇതൊന്നും ഗവൺമെന്റ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് വരുന്ന പ്രോസസ്സ് പോലും അല്ല. എങ്ങനെയാണ് ഒരു വ്യക്തി രാഷ്ട്രീയ സംസ്കാരം പഠിക്കുന്നത്, സോഷ്യലൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാത്തരം വിഷയങ്ങളെയും കുറിച്ചും സമഗ്രമായി പഠിക്കുക എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടാണ് കമ്പാരറ്റീവ് ഗവൺമെന്റ് എന്നുള്ള പേര് മാറ്റിയാണ്ട് എന്താക്കിയത്, കമ്പാരറ്റീവ് പൊളിറ്റിക്സ് എന്നാക്കിയത്. അപ്പൊ ഒന്നും കൂടെ ശാസ്ത്രീയമാവുകയും ഒന്നും കൂടെ വിശാലമാവുകയും ഒന്നും കൂടെ സമഗ്രമായിട്ടുള്ള ഒരു പഠനമായിട്ട് എന്ത് ചെയ്തു, കമ്പാരറ്റീവ് പൊളിറ്റിക്സ് മാറി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് 19-ാം നൂറ്റാണ്ടിൽ ഈ സാധനത്തിന്റെ പേര്, നമ്മുടെ കമ്പാരറ്റീവ് പൊളിറ്റിക്സിന്റെ പേര് എന്തായിരുന്നു? കമ്പാരറ്റീവ് ഗവൺമെന്റ് എന്നായിരുന്നു. ആ കമ്പാരറ്റീവ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് മാത്രം താരതമ്യം ചെയ്ത് പഠിക്കുന്ന രീതിയായിരുന്നു. അതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട്. അവരുടെ പഠന സമീപനത്തിലും അവരുടെ അറിവിലും ഒക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ആ പരിമിതികളൊക്കെ മറികടന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, 20-ാം നൂറ്റാണ്ടിൽ കമ്പാരറ്റീവ് പൊളിറ്റിക്സ് എന്നുള്ള ഒരു ടേമിലേക്ക് വരുന്നത്. ആദ്യം ഗവൺമെന്റ്, അത് പൊളിറ്റിക്സ് എന്നുള്ള ടേമിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ എല്ലാ വശത്തെക്കുറിച്ചും എന്ത് ചെയ്യുന്നു, സമഗ്രമായിട്ടുള്ള ഒരു താരതമ്യ പഠനം അവിടെ നടക്കുന്നു. ഇത് തന്നെയാണ് ഈ ഒരു വിഷയത്തിനകത്ത് നമ്മൾ കൂടുതലായിട്ടും പറയുന്നത്. ഈ ട്രഡീഷണൽ മോഡേൺ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത് പറയാനുള്ള ഭാഗത്തും നമ്മൾ പറയുന്ന പ്രധാനമായിട്ടും എന്താണ്, ആദ്യ കാലഘട്ടങ്ങളിൽ കമ്പാരറ്റീവ് ഗവൺമെന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അവരുടെ പഠനവും എങ്ങനെയായിരുന്നു, അതോടൊപ്പം തന്നെ കമ്പാരറ്റീവ് പൊളിറ്റിക്സിലേക്ക് മാറിയപ്പോൾ ആ പഠന രീതി എങ്ങനെയൊക്കെയാണ് മാറിയത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒന്നാമത്തെ മൊഡ്യൂളിന്റെ കോർ പോയിന്റ് അല്ലെങ്കിൽ കോർ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുക. മുമ്പ് ക്ലാസ് വാങ്ങിച്ച ആളുകളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ കമന്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതാണ് എൻ്റെ കോൺടാക്ട് നമ്പർ. ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കേട്ടോ. 9526786586 9526786586 ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റെവിടെയും നിങ്ങൾക്ക് കിട്ടാത്ത ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. 250 രൂപ മാത്രമേ ഉള്ളൂ ഒരു വിഷയത്തിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സിന് വരുന്ന ഫീസ്. അതായത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സിലബസ് മൊത്തം അതിൻ്റെ ഒരു കംപ്ലീറ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ഈ ഒരു വിഷയം മാത്രമല്ല, നമ്മളെടുത്ത് എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് സെം മുതൽ പൊളിറ്റിക്സിൻ്റെ അവസാന സെമസ്റ്റർ വരെയുള്ള എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർ ഒരുപാട് ക്ലാസ്സിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ചുകൊണ്ട് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ.
അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഡെമോ ക്ലാസ്സുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ചാനലിൽ ഇടുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് അത് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ പെട്ടെന്ന് യൂട്യൂബ് എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എന്തെങ്കിലും അർജൻറ്റ് നോട്ടിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് അത്ര സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് എത്താൻ നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി നമ്മളിനി നമ്മുടെ വാട്സപ്പിനകത്തുള്ള ക്ലാസ്സുകളായിരിക്കും. വീഡിയോ ക്ലാസ്സുകളാണ്. നിങ്ങളുടെ ഒരു ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് വിശാലമായിട്ടിരുന്ന് സ്വൈരം പോലെ സമാധാനമായിട്ട് റിപ്പീറ്റ് അടിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് എന്തുണ്ടാവുക ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു ഡെമോ ഇവിടെ അവസാനിപ്പിച്ചതായിട്ട് നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ല ആശംസകൾ. എല്ലാം നല്ലതായിട്ട് സംഭവിക്കട്ടെ.